എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 53-ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും മുഴുവനായും കേൾക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ എല്ലാ ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയും. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. തുടർന്നു വന്ന 1-2 ആഴ്ചക്കാലം വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ധാരാളം ആളുകൾ, എപ്പോഴും ചിരിയും കളിയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ദീനാമ്മ ചേട്ടത്തിക്കും വക്കച്ചൻ ചേട്ടനും കുറേ കാലം അനുഭവിച്ച ഏകാന്തതയ്ക്ക് താൽക്കാലികമായി എങ്കിലും ഒരു വിരാമം വന്നതിൻ്റെ സന്തോഷമായിരുന്നു. അവർ അതിന് മനസ്സറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. രഹസ്യമായി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു അഭിലാഷമുണ്ടായിരുന്നു. കൊച്ചുമക്കളിൽ ആരെങ്കിലും ഇവിടെ നിന്ന് പഠിക്കുകയായിരുന്നെങ്കിൽ എന്ന്. എപ്പോഴും തങ്ങൾക്ക് കൂട്ടിനൊരാളാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായി അവർ കണ്ട മെച്ചം. കാര്യം പറഞ്ഞാൽ കുറച്ചു കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും. അത് സാരമില്ല, ഇപ്പോൾ വേണ്ടത് ഒരു കൂട്ടാണ്. എന്നാലും അവർ രണ്ടുപേരും അതിനെപ്പറ്റി മക്കളോട് സംസാരിച്ചില്ല. സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. കാരണം കുട്ടികൾ വളരേണ്ടത് എപ്പോഴും സ്വന്തം മാതാപിതാക്കളുടെ കൂടെയാണ്, വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ അല്ല. ഒരു കാരണവശാലും മക്കളോട് അതിനുവേണ്ടി നിർബന്ധിക്കാനും പാടില്ല. അതുകൊണ്ടാണ് അവർ അവരുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹം വേണ്ടെന്ന് വെച്ചത്. മക്കൾക്ക് അവധിയുണ്ടായിരുന്നത് 15 ദിവസമാണ്. അതിൽ 2 ഞായറാഴ്ച വരും. ആദ്യത്തെ ഞായറാഴ്ച പള്ളിയിൽ നിന്നും കിച്ചുവിനെ കണ്ടതാണ് നീന. അതിനുശേഷം അവൻ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോയില്ല. അവരെ ആരെയും കണ്ടതുമില്ല. ആ ആഴ്ച അവസാനം വെള്ളിയാഴ്ചയോ മറ്റോ ആണെന്ന് തോന്നുന്നു, വക്കച്ചൻ ചേട്ടൻ പള്ളിയിൽ വന്നു. അച്ഛനോട് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നത് കേട്ടു. എന്നാൽ എന്താണെന്ന് കിച്ചുവിന് മനസ്സിലായില്ല. അച്ഛനോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതെന്താണെന്നറിയാൻ കിച്ചു ഒരിക്കലും ശ്രമിക്കാറില്ല. അത് തന്നെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും അത് താൻ അറിയേണ്ടതുമാണെങ്കിൽ അച്ഛൻ കേട്ടുകഴിഞ്ഞ് സൗകര്യമുള്ള സമയത്ത് തന്നോട് പറയുമെന്ന് അവനറിയാം. അന്നും അതേപോലെ തന്നെ അവനാ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല. വക്കച്ചൻ ചേട്ടൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അച്ഛൻ അവനെ വിളിച്ചു. എടാ കിച്ചു, നിന്നോട് നാളെ വക്കച്ചൻ ചേട്ടൻ്റെ വീട് വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ വരുന്ന വർഷം അവിടെ നിർത്തി പഠിപ്പിക്കുന്ന കാര്യം മക്കളുമായി ആലോചിക്കാനും കൂടി വേണ്ടിയാണത്. ആ സമയത്ത് നീ അവിടെയുള്ളത് നല്ലതാണെന്ന് മക്കൾ പറയുന്നു. നീ എന്താ പോകുന്നോ? അതിനെന്താ, പോയേക്കാമല്ലോ. രാവിലത്തെ കുർബാന കഴിഞ്ഞ് പിന്നെ നാളെ പ്രത്യേകമായി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. അവരാരും നിന്നെ ശരിക്ക് കണ്ടിട്ടില്ലല്ലോ. അവർ അവിടെ വന്ന ദിവസമാണെങ്കിലും ആ തിരക്കിനിടയിൽ നിന്നെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് നിന്നെ വിശദമായി കാണുകയും സംസാരിക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ അവിടെ നിർത്തണമോ വേണ്ടയോ എന്ന കാര്യം അവർ തീരുമാനിക്കുകയുള്ളൂ. തന്നെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ അവരുടെ തീരുമാനം അനുകൂലമല്ല എങ്കിൽ അടുത്ത വർഷം താൻ എന്തു ചെയ്യും എന്നൊരു ചോദ്യം അപ്പോഴാണ് കിച്ചുവിൻ്റെ മനസ്സിൽ ഉദിച്ചത്. നീ സത്യസന്ധമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുക മാത്രമേ വേണ്ടൂ. നമ്മൾക്ക് കള്ളത്തരം ചെയ്തിട്ടൊന്നും നേടണ്ടല്ലോ. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കായി മറ്റെന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ശങ്കയുമില്ലാതെ വേണം ഇത്തരം വിഷമസ്ഥിതികളെ അഭിമുഖീകരിക്കാൻ. അച്ഛന് സംശയമെന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. സംസാരം കേട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും സംശയം ചിലപ്പോൾ വക്കച്ചൻ ചേട്ടൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വക്കച്ചൻ ചേട്ടൻ ഇവിടെ വരെ വന്നതുപോലും. നാളെ രാവിലെ 2ഉം കൽപ്പിച്ചങ്ങ് പോകാം അല്ലേ? ഒന്നും പ്രതീക്ഷിക്കണ്ട. എങ്കിൽ യാതൊരു തരത്തിലുള്ള വിഷമതയുടെയും ആവശ്യവുമില്ല. വേറെ ആരൊക്കെയോ അച്ഛനെ കാണാൻ വന്നതുകൊണ്ട് സംസാരം നിർത്തി അച്ഛൻ എഴുന്നേറ്റ് പോയി. കിച്ചു തൻ്റെ ലാവണമായ അടുക്കളയിലേക്ക് പോരുകയും ചെയ്തു. അന്ന് വൈകുന്നേരം മുതൽ തന്നെ അവന് ഭാഗികമായി മൂഡ് ഓഫ് ആയിരുന്നു.
രാത്രിയിൽ അവന് നന്നായി ഉറക്കം കിട്ടിയില്ല. എപ്പോഴോ ചെറുതായി മയങ്ങിയപ്പോൾ തൻ്റെ മാതാപിതാക്കളെ സ്വപ്നം കണ്ടു. പണിക്ക് പോയി കഴിഞ്ഞു വരുമ്പോൾ തനിക്ക് കഴിക്കാനുള്ള ചെറുകടിയും ചായക്കടയിൽ നിന്ന് വാങ്ങി പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവരുന്ന തൻ്റെ പിതാവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ പോലും അന്നത്തെ ബാലനായ കിച്ചു അതിയായി സന്തോഷിച്ചു. അമ്മയോടും അപ്പയോടുമൊപ്പമായിരുന്നു അന്നത്തെ സ്ഥിരം ഉറക്കം. ഒരു വശത്തേക്ക് തിരിഞ്ഞാൽ അവിടെ സംരക്ഷിക്കാൻ പിതാവ്, മറുവശത്തേക്കാണ് തിരിയുന്നതെങ്കിൽ അവിടെ മാതാവ്. എന്തൊരു സുഖം! എന്തിനാണ് ദൈവം തൻ്റെ പക്കൽ നിന്നും ഈ സുഖം എടുത്തു കളഞ്ഞത്? തനിക്ക് വലിയ എന്തോ തരാനാണ് എന്ന് അച്ഛൻ പറഞ്ഞു. ഇതിനേക്കാൾ വലിയ സുഖം എന്ത് കിട്ടാനാണ് ഈ ലോകത്ത്? ദൈവത്തിന് എല്ലാം അറിയാമായിരിക്കും. അദ്ദേഹത്തോട് ചോദിക്കാനും കഴിയില്ലല്ലോ. അന്നൊരു തരത്തിൽ ഉറങ്ങിയും ഉറങ്ങാതെയുമായി കിച്ചു നേരം വെളുപ്പിച്ചു. രാവിലെ കുർബാനയ്ക്ക് ശേഷം കാപ്പി കുടിയും കഴിഞ്ഞ് സാധാരണ ചെയ്യാറുള്ള ജോലികളെല്ലാം ചെയ്ത് പാത്രങ്ങളും കഴുകി. ഉച്ചയ്ക്കത്തേക്ക് അച്ഛന് വേണ്ടിയുള്ള ഭക്ഷണവും കൂടി ഒരുക്കി വെച്ചു. സമയം 10 മണി കഴിഞ്ഞപ്പോഴേക്കും കിച്ചു വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് അകലെ നിന്ന് തന്നെ കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ കേൾക്കാമായിരുന്നു. അവൻ അവിടെ അടുത്തെത്താറായപ്പോഴേക്കും മാവിൻ മുകളിൽ കെട്ടിയ ഊഞ്ഞാലിലിരുന്ന് പുസ്തകം വായിക്കുന്ന നീനയെ കണ്ടു. ഊഞ്ഞാലിലിരുന്നാണോ പുസ്തകം വായിക്കുന്നത്? വായിച്ചുറങ്ങിപ്പോകരുത്, താഴെ വീണു പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആരിത്? കിച്ചുവോ? നീ ഇവിടെ വരെ എത്തിയ വിവരം പോലും ഞാൻ അറിഞ്ഞില്ലല്ലോടാ. നല്ല ഒരു നോവൽ രസത്തിൽ വായിക്കുകയായിരുന്നു. ഒരു ഇംഗ്ലീഷ് നോവലാണ്. നീ ഇംഗ്ലീഷ് നോവൽ വായിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ വായിച്ചിട്ടില്ല. ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്നും ഇംഗ്ലീഷ് നോവലുകൾ അങ്ങനെ കിട്ടില്ല. വല്യപ്പച്ചനും മറ്റെല്ലാവരും നിന്നെയും നോക്കി ഇരിപ്പുണ്ട്. വല്യപ്പച്ചൻ പള്ളിയിൽ വന്നപ്പോൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ? അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛൻ എന്നോട് ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന്. അത് വരുന്ന വർഷത്തെ ഇവിടെ നിൽക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാണ് പോലും. അത്രയുമേ എനിക്കും അറിയാവൂ. ബാക്കിയൊക്കെ ഏതായാലും അവിടെ ചെന്നിട്ടറിയാം. ഞാനും വരാം, നീ നിൽക്ക്. അവൾ ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റ് പുസ്തകം മടക്കി അവിടെ തന്നെ വെച്ചതിന് ശേഷം അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് കയറി ചെന്നു. മുൻവാതിലിലൂടെ അകത്തേക്ക് കയറി ചെല്ലാൻ കിച്ചുവിന് മടിയായിരുന്നു. എന്നാൽ നീനയുടെ നിർബന്ധത്തിലാണ് അവൻ മുൻവാതിലിലൂടെ അകത്തേക്ക് കയറി ചെന്നത്. അപ്പോൾ അവിടെ വക്കച്ചൻ ചേട്ടനും ചേടത്തിയും ടോമിയും സോഫിയായും ഭർത്താവും ഉണ്ടായിരുന്നു. നീനയുടെ അമ്മയെ മാത്രം അവിടെ കണ്ടില്ല. അവളോടൊപ്പം കിച്ചു വീടിനുള്ളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ കിച്ചുവിനെ ടോമി തന്നെയാണ് വിളിച്ചത്. കിച്ചു, ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വീടിനുള്ളിലേക്ക് കയറിപ്പോകാം. ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കാതെ അവൻ തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ വന്ന് മാറി ഒതുങ്ങി നിന്നു. അപ്പനും അമ്മയും പറഞ്ഞതല്ലാതെ കിച്ചുവിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല. നിന്റെ മാതാപിതാക്കളെ അപ്പച്ചനും അമ്മച്ചിയും നന്നായി അറിയുമായിരുന്നു. എന്നാലും അവർ മാത്രമായി താമസിക്കുന്ന വീട്ടിൽ നിന്നെ നിർത്താനാണെങ്കിൽ നിന്നെ ഞങ്ങളും അറിയണ്ടേ? നിനക്കാരാകാനാണ് ആഗ്രഹം? നിന്റെ ലക്ഷ്യമെന്താണ്? നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് പ്രത്യേകമായി ഒന്നും ആഗ്രഹിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പൂർണ്ണമായും മൂടി വച്ചിരിക്കുകയാണ്. ദൈവം എനിക്ക് വിധിച്ചിരിക്കുന്ന വഴിയേ ഞാൻ നടക്കും. ദൈവം എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന നിയോഗത്തിൽ ഞാൻ എത്തിച്ചേരുകയും ചെയ്യും. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. നല്ല ആഴത്തിൽ വേരൂന്നിയ ദൈവവിശ്വാസിയായ ഒരു ചെറുക്കനാണ് കിച്ചു. ഒരു തരത്തിലും അവനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും 1-2 ചോദ്യങ്ങൾ കൂടി അവർ ചോദിച്ചു. അതിനൊക്കെ അവൻ ആത്മാർത്ഥമായി തന്നെ ഉത്തരവും കൊടുത്തു. ടോമിക്കും സോഫിക്കും അവനെ നന്നായി ഇഷ്ടപ്പെട്ടു. നീ നീനയെ പരിചയപ്പെട്ടിരുന്നോ? നിങ്ങൾ ഒരുമിച്ചാണോ പുഴ കാണാൻ പോയത്? അവൾ അങ്ങനെ പറഞ്ഞിരുന്നു. എന്നോട് പുഴ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നീനയുടെ കൂടെ അവിടെ വരെ പോയി. അപകടമില്ലാത്ത സ്ഥലം കൃത്യമായി കാണിച്ചു തരാൻ പറഞ്ഞു. അതും ചെയ്തു.
എന്നാൽ കിച്ചു അകത്തേക്ക് പോയിക്കോ. എന്തെങ്കിലും കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോയാൽ മതി കേട്ടോ. വക്കച്ചൻ്റെ മക്കൾക്ക് 2 പേർക്കും അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് പോരാൻ കഴിയാത്ത സ്ഥിതിയാണ്. പിന്നെ ഇവിടെ കുറേ സ്ഥലം അവർക്ക് വേണ്ടി സ്വത്തെന്ന് പറഞ്ഞു വെച്ചിട്ട് യാതൊരു ഉപകാരവുമില്ലല്ലോ. അതെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു അടുത്ത ആലോചന. നിങ്ങൾക്കുള്ള വീതം എഴുതിത്തരണമെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യാം. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നും ഉള്ളത് മുഴുവൻ വിറ്റ് നിങ്ങളുടെ ഒപ്പം പോരാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയും. വക്കച്ചൻ തൻ്റെ തീരുമാനം പറഞ്ഞു. ഞങ്ങൾക്കേതായാലും അങ്ങനെ ഒരു വീതം ഇപ്പോൾ ആവശ്യമില്ല. ഇതെല്ലാം ഒരുമിച്ച് തന്നെ കിടക്കട്ടെ. വീതിക്കേണ്ടപ്പോൾ നമുക്ക് വീതിക്കാം. എന്നാണേലും 2-3 വർഷം കഴിയുമ്പോൾ ഒരു തവണ കൂടി ഞങ്ങൾ വരുന്നുണ്ട്. ആ വരവിന് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും. അപ്പോഴേക്കും ഇവർക്ക് കുറച്ചുകൂടി വയ്യാതെ ആവില്ലേ ടോമിച്ചായ? അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയോ മറ്റോ ചെയ്യാം. അതായിരിക്കും നടപ്പുള്ള കാര്യം. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് അതാണ്. അത് നടക്കണമോ വേണ്ടയോ എന്ന് വക്കച്ചൻ തീരുമാനിക്കും. എന്തായിരിക്കും ആ തീരുമാനം? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നാതിരിക്കില്ലല്ലോ. ധൈര്യമായി അതങ്ങ് കുറിച്ചേക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത ഭാഗം നാളെ തന്നെ ഉച്ച കഴിഞ്ഞ് 2:30 പോസ്റ്റ് ചെയ്യും. വായിക്കുക, സഹകരിക്കുക.